നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രണയത്തിലെ അവരുടെ ഇപ്പോഴത്തെ എനർജിയാണ്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. എട്ട് കാർഡുകളുള്ള ഒരു സ്പ്രെഡാണ് ഞാനിന്നിവിടെ എടുക്കുന്നത്. ബോട്ടം വന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, Queen of Swords, 7 of Pentacles, 8 of Cups, Knight of Wands, 2 of Cups, 10 of Cups, The World. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം. ഈ സ്പ്രെഡിൽ ആദ്യം വന്ന കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് അവരുടെ പ്രണയം പ്രാക്ടിക്കലാണ് എന്നാണ്. അവർ നിങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് അവർ പ്രകടിപ്പിക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. അവരുടെ ഫീലിങ്സ് പക്വത കുറവുള്ളതാണെങ്കിലും നിങ്ങളോട് അവർ ജെനുവിനാണ്. അവരുടെ ഇപ്പോഴത്തെ ലവ് എനർജി ചെക്ക് ചെയ്യുമ്പോൾ അത് സ്ഥിരവും വിശ്വസനീയവുമാണെന്ന് കാണുന്നു. അത് വളരെ പതുക്കെ വളരുന്ന ഒന്നാണ്. അവർ നിങ്ങളോട് വളരെ സീരിയസ് ആണ്. നിങ്ങളുമായുള്ള ഫ്യൂച്ചർ തിങ്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രണയം ലോയൽ, ഹാർഡ് വർക്കിംഗ് ടൈപ്പ് ഓഫ് ലവ് ആണ്. അടുത്ത കാർഡ് ക്യൂൻ ഓഫ് സോർഡ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് അവർ വളരെ ക്ലിയർ ആൻഡ് ഹോണസ്റ്റ് ആണെന്നാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് വികാരങ്ങൾ ഉണ്ടെങ്കിലും അത് സ്വപ്നതുല്യമല്ല. നോ ഡ്രാമ. എല്ലാം ലോജിക് ആൻഡ് ട്രൂത്ത് വഴി അവർ ആലോചിക്കുന്നവരാണ്. അവരുടെ കഴിഞ്ഞ കാലത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയം ഓപ്പൺ ആകാൻ സമയമെടുക്കും. അവർ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നവരല്ല. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നേരെ അവർ അത് പറയും. അത് ഹോണസ്റ്റിയുടെ ഭാഗമാണ്. അവർ നിങ്ങളോട് ഗെയിം കളിക്കില്ല. നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അടുത്ത കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് കാർഡാണ്. ഈ പ്രണയത്തിൽ അവർ ചെറിയൊരു ഇടവേള എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. വളരെ താൽക്കാലികമായൊരു ഇടവേളയാണെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അവരുടെ ഹേർട്ടിൽ നിങ്ങളോട് വികാരമുണ്ട്. അവർ നിങ്ങളെ ഒരു വളരെ നല്ല ലോങ് ടേം പാർട്ട്ണറായി കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കാർഡ് അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഈ പ്രണയത്തിൻ്റെ റൂട്ട് സ്ട്രോങ് ആണ്. സമയം കൊടുത്താൽ ഈ പ്രണയത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അടുത്ത കാർഡ് 8 ഓഫ് കപ്സ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് ഇപ്പോൾ എന്തോ മിസ്സിംഗ് ആയൊരു ഫീൽ തോന്നുന്നു എന്നാണ്. അത് നിങ്ങളെ തന്നെ ആയിരിക്കാം. അവർ അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് ശരിയാണോ? നിങ്ങളുമായി നോ കോൺടാക്റ്റ് വെച്ചത് ശരിയാണോ എന്നൊക്കെ അവർ അവരോട് തന്നെ ചോദിക്കുന്നു. ഈ കാർഡ് ചെറിയൊരു ബ്രേക്കപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അവർ ഇപ്പോൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അവർ റിലേഷൻഷിപ്പിന് സെക്കൻഡറി ആയും പേഴ്സണൽ ഗ്രോത്ത് ഫസ്റ്റ് പ്രയോറിറ്റിയും നൽകുന്നുവെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് നൈറ്റ് ഓഫ് വാണ്ട്സ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം വളരെ സ്ട്രോങ് ആണ്. അട്രാക്ഷനുമുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ഓഫ് കപ്സിൻ്റെ ബ്രേക്കപ്പിൻ്റെ തോന്നലുകൾ ഈ കാർഡ് ഇല്ലാതാക്കുന്നു. ഇമോഷണലി സ്റ്റക്കായിരുന്ന അവർ ഇപ്പോൾ നിങ്ങളിലൊരു ഫയർ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ഫയർ കണ്ടെത്തിയിരിക്കുന്നു. അടുത്തതായി ലഭിച്ചത് 2 ഓഫ് കപ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി സ്ട്രോങ് ആണ് എന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിലാണ് ഫീലിങ്സുകൾ നൽകുന്നത്. നിങ്ങളുടെ ബോണ്ട് ഡീപ്പാകുന്നതിൻ്റെ സൂചനയാണ് 2 ഓഫ് കപ്സ് കാർഡ്. അവർ നിങ്ങളെ ഈക്വൽ പാർട്ണറായി കാണുന്നു. മ്യൂച്വൽ റെസ്പെക്റ്റ് നിങ്ങൾക്ക് അവർ നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം വൺ സൈഡ് അല്ല. ഇത് രണ്ടുപേർക്കും ഒരേപോലെ ഫീൽ ചെയ്യുന്ന പ്രണയമാണ്. അടുത്ത കാർഡ് 10 ഓഫ് കപ്സ് കാർഡാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ കാർഡാണ്. ഈ കാർഡിൻ്റെ എനർജി വളരെ പോസിറ്റീവാണ്. നിന്നെയാണ് ഞാൻ തേടുന്നത് എന്നൊരു വൈബുണ്ട് ഈ കാർഡിന്. സോൾമേറ്റ് വൈബ് സ്ട്രോങ് ആണ് ഈ കാർഡിൽ. നിങ്ങളെ കാണുമ്പോൾ അവർ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു. മാരേജ്, കമ്മിറ്റ്മെൻറ്റ് ഇവ അവർ സ്വപ്നം കാണുന്നു. ഹാപ്പി ഫാമിലി, ഡ്രീം കം ട്രൂ ടൈപ്പുള്ള എനർജിയാണ് ഇത്. അവർ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ട്രൂലി ലവ് ചെയ്യുന്നുണ്ടെന്ന് ഈ കാർഡ് പറയുന്നു. നമ്മുടെ സ്പ്രെഡിൽ അവസാനമായി വന്ന കാർഡ് ദ വേൾഡ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. ഇത് ടാരറ്റിലെ ഏറ്റവും ശക്തവും പോസിറ്റീവ് എനർജി നിറഞ്ഞ കാർഡാണ്. അവർ ഈ പ്രണയത്തിൽ ആഴത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ അവരുടെ ലോകമായി തന്നെ കാണുന്നു. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവന്നവരാണ് എന്നവർ വിശ്വസിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നിങ്ങളോടൊപ്പം അനുഭവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ അവർ കാണുന്നു. നിങ്ങളില്ലാത്ത ജീവിതം ഇൻകംപ്ലീറ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ചുരുക്കത്തിൽ അവർ നിങ്ങളെ ആഴത്തിൽ പ്രണയിക്കുന്നു. നിങ്ങളുമായി അവർ മാരേജ്, കമ്മിറ്റ്മെൻറ്റ് ഇവ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രണയത്തിൻ്റെ വേരുകൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളെ ട്രൂലി ലവ് ചെയ്യുന്നുണ്ട്. അവർ ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസുകൾ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.